സ്പെയിനിനെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടാവും, പോർച്ചുഗലിന്റെ ആളുകൾ ഉണ്ടാവും. ഇപ്പൊ നമ്മളെ കുട്ടികളൊക്കെ ഓക്കെയാണ്, എല്ലാവരും ഒന്നും കൊണ്ട് വരുവാ. നമുക്ക് ഫ്രീ കിക്ക് വേൾഡ് കപ്പ് ഫുട്ബോൾ തുടങ്ങിയിരിക്കുകയാണ്. പുതിയ താരങ്ങളാണ് നമ്മളോടൊപ്പം ഉള്ളത്. നമ്മുടെ വാഴവറ്റ ഫുട്ബോൾ അക്കാഡമിയിലെ പിള്ളേരാണ്. അപ്പോൾ ഇവരൊക്കെ ഓരോ ടീമിനെ അനുകൂലിക്കുക. എത്ര ഇവിടെ പ്രാക്ടീസ് ചെയ്യുന്നത്? കുറേയോ? ആരാണ് കോച്ച്? ഷിനോ കോച്ച് അല്ലേ? അപ്പൊ ഇത് ഈ ടീമൊക്കെ പോർച്ചുഗലാണെന്നാണോ പറയുന്നത്? പോർച്ചുഗൽ കപ്പ് അടിക്കുമോ? അടിക്കുമെന്ന് തോന്നുന്നു. എന്താണ് കാരണം? റൊണാൾഡോ ഉള്ളത്. റൊണാൾഡോയിലാണ് മുഴുവൻ പ്രതീക്ഷയിൽ. എല്ലാരും കളിക്കുമോ? പോർച്ചുഗലിന്റെ എല്ലാ ആളുകളും കളിക്കുമോ നന്നായിട്ട്? ഞാൻ കണ്ടോ ഇട്ടിരിക്കേണ്ട ജെയ്സി ഉണ്ടാ? ആരുടെയാ? റൊണാൾഡോ. പക്ഷെ ഞാൻ പോർച്ചുഗൽ അല്ല കേട്ടോ. ഓക്കെ, ഇവിടെ അർജന്റീന. ഇവരെല്ലാവരും അർജന്റീനക്കാരാണ്. ഇവരെ ഓർത്താണ് എനിക്ക് സങ്കടം വരുന്നത്. ഒരൊറ്റ ബ്രസീലുകാരനാണല്ലോ. എന്താണ് ഇവർക്ക് ഇടയ്ക്ക് എങ്ങനെയാണ് ഈ ബ്രസീൽ ഇവര് കളിക്കും? അപ്പം എന്റെ ചേട്ടൻ അപ്പം ഇവൻ റൊണാൾഡോ, ഇവൻ അർജന്റീന ഇവൻ പോർച്ചുഗൽ പറയും. അപ്പൊ എന്നെ കളിക്കാൻ കൂട്ടില്ല. അപ്പൊ ഇവന്മാര് പറയും നീ ബ്രസീൽ എടുത്തോ. അപ്പൊ തൊട്ട് ബ്രസീൽ. പേരെന്താ? എന്റെ പേരെന്താ? നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള പ്ലെയർ ആരാണ് മോനെ? ഏറ്റവും ഇഷ്ടമുള്ള പ്ലെയർ ആര്? നെയ്മറാണ്. ഓക്കെ, ഇത്ര സിംഗക്കുട്ടികൾക്ക് ഇടയ്ക്ക് തല ഉയർത്തി നിൽക്കുന്നുണ്ട്. എല്ലാ ബ്രസീൽ ഫാൻസും മോനോടുള്ള ഒരായിരം സ്നേഹം അറിയിക്കുന്നുണ്ടാവുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ബ്രസീലിന്റെ ഫാനാണ്. അപ്പൊ നമുക്ക് നമ്മുടെ കോച്ച് സാറിനെ വിളിക്കല്ലേ? ഷിനു എന്നാണ് എല്ലാവരും വിളിക്കുന്നത്. ഒരുപാട് കുട്ടികൾക്ക് പ്രാക്ടീസ് നൽകിയ ഷിനു ആണ് അല്ലേ? എവിടെയാണ് സ്ഥലം? ഞാൻ മീനങ്ങാടി താഴ്ത്തുവയിലൊക്കെ ഞങ്ങൾ ഇളക്കി ഉണ്ടായിരുന്നില്ല. ഞാൻ ബൈ ചാൻസ് ഇവിടെ ക്യാമ്പ് ഉള്ളതുകൊണ്ട് ഇങ്ങോട്ട് വന്നു. ഞങ്ങളെ ഇളക്കി മറിച്ചിട്ട് വരികയാണ്. എങ്ങനെയുണ്ട് നമ്മളെ പിള്ളേരൊക്കെ? നമുക്കൊരു, ഞാൻ പറഞ്ഞില്ല, 140 കോടി ജനങ്ങളുള്ള ഇന്ത്യയെ പ്രതിനിധീകരിച്ച ഒരു ടീം വേണം അല്ലേ? അപ്പോൾ എന്താണ് നമ്മുടെ ഈ പുതിയ ഈ ഒരു ഫുട്ബോൾ ടീമൊക്കെ വളർന്നു വരാതിരിക്കാനുള്ള ഒരു കാരണം? നമ്മളൊരു സിസ്റ്റത്തിലേക്ക് വന്നിട്ട് എനിക്ക് തോന്നുന്നു കുറച്ച് വർഷങ്ങളെ ആയിട്ടുള്ളൂ. നമ്മളൊരു ബേസിക് ലെവൽ കുട്ടികളെ ഏറ്റവും താഴെ ലെവലിൽ നമ്മൾ കൊണ്ടുവരാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലങ്ങളായിട്ടുള്ളൂ. തോന്നുന്നു ഒരു 10-15 വർഷം കൊണ്ട് നമ്മൾ വേൾഡ് കപ്പ് കളിക്കാനുള്ള എല്ലാ ചാൻസും. അത് ഇതുപോലെ നമ്മളിപ്പോ വരുമ്പോ പറഞ്ഞ കാര്യം തന്നെ അതായിരുന്നു. നമ്മൾ 2047 ആകുമ്പോഴേക്കും നമ്മൾ അതിനുള്ള പ്ലാൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ട ഈ ബേസിക് കോച്ചസിനുള്ള എല്ലാ കോഴ്സുകളും ഇപ്പം ഇന്ത്യയിൽ അവൈലബിൾ ആയി തുടങ്ങി. എല്ലാ കോഴ്സുകളും നടക്കാൻ തുടങ്ങി. അപ്പോൾ കോച്ചസ് ഡെവലപ്പ് ആകാൻ തുടങ്ങി. അതുകൊണ്ട് കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ തുടങ്ങി? നമുക്ക് ബേസിക് എല്ലാ മേഖലകളിലും, ഗ്രാമീണ മേഖലകളിലും ഇപ്പോൾ കുട്ടികൾക്ക് ക്യാമ്പിനുള്ള അവസരങ്ങൾ ഉണ്ടായി തുടങ്ങി. ഓക്കെ, അതൊരു വലിയ വൈബാണ്. എന്തായാലും വലിയ താമസമില്ലാതെ. അപ്പൊ കോച്ച് ഉണ്ട് കേട്ടോ ആബേലിന്റെ ഒപ്പം. അത് മതിയല്ലോ ആബേലിന്റെ കൂടെ. അപ്പൊ നിങ്ങളൊക്കെ പോർച്ചുഗലാണ് അല്ലേ? അപ്പൊ ഓക്കെ, അർജന്റീനക്കാര് നമുക്ക് ഇവരോട് അർജന്റീന ഇതാ ചെറിയ അർജന്റീനക്കാരൊക്കെ എല്ലാ പൊടികളും അർജന്റീനക്കാരാണ്. ഓക്കെ, അപ്പൊ ഇവരോട് നമുക്കൊരു ചോദ്യം ചോദിക്കാം അല്ലേ? ഓക്കെ, നിങ്ങളോട് ചോദ്യം ചോദിച്ച് ചെറിയൊരു സമ്മാനം തരാം. നമ്മുടെ കേരള അക്കാഡമി ആണ് നമ്മളോടൊപ്പം ചേർന്നിട്ടുള്ളത് ഫ്രീ കിക്ക് എന്ന് പറഞ്ഞ പരിപാടിക്ക്. അപ്പോൾ നിങ്ങൾക്ക് സമ്മാനം തരുന്നത് ബ്യൂട്ടി സ്പോർട്സും ഒപ്പം മാണിക്യം ഡിസൈനർ ജ്വല്ലറിയൊക്കെ കൂടി ചേർന്നാണ്. ഓക്കെ, അപ്പോൾ ഇവരോടുള്ള ചോദ്യം, ഇപ്പോൾ ഏറ്റവും കൂടുതൽ വേൾഡ് കപ്പിൽ ഗോളടിച്ച് മുന്നിട്ട് നിൽക്കുന്ന ടോപ്പ് സ്കോറർ ആരാണ്? ലോകകപ്പിന്റെ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയിട്ടുള്ള താരം ഇതുവരെ നമ്മളെ ജർമ്മനിയുടെ ഒരു കളിക്കാരനാണ്. ജർമ്മനിയുടെ ഒരു കളിക്കാരനാണ്. ആർക്കും പറയാം. ജർമ്മനിയുടെ ഇപ്പോഴും ആ ഗോൾ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഗോൾ കൂടി മതി മെസ്സിക്ക്. ഇനി അടുത്ത ക്ലൂ, പുള്ളി ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയിട്ടുള്ളത് ഹെഡറിലൂടെയാണ്. ജർമ്മനിയുടെ കളിക്കാരൻ കൂടുതൽ ഗോളുകൾ കഴിഞ്ഞ വേൾഡ് കപ്പ് വരെ കളിച്ചിട്ടുണ്ട്. സാറ് പറയും, സാറിനെ കൊണ്ട് പറയുക അവസാനം അല്ലേ? കിട്ടിയില്ല. ഇത് പറഞ്ഞാൽ നമ്മുടെ പരിപാടി ക്ലോസ് ആവും. അപ്പൊ സാറ് പറയും അങ്ങനെ ഒരു കളിക്കാരനുണ്ട് ഏറ്റവും കൂടുതൽ ഗോൾ നേടി. അപ്പൊ വേൾഡ് കപ്പ് കാണുന്നതിനോടൊപ്പം അതിന്റെ ചരിത്രം കൂടിയൊക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ നിങ്ങൾ കേട്ടോ എല്ലാം ഒന്ന് അറിഞ്ഞിരുന്നല്ല. നാളത്തെ ആരാണ്? ക്ലോസയും റൊണാൾഡോയും റൊണാൾഡീഞ്ഞോയും മെസ്സിയും നെയ്മാറും എല്ലാവരും ഇവിടെ ഉണ്ട് അല്ലേ? ഓക്കെ, അപ്പൊ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. സാറിന് നമുക്കൊരു സമ്മാനം കൊടുക്കണം. നമ്മുടെ മാണിക്യം ഡിസൈനർ ജ്വല്ലറി നൽകുന്ന ഒരു സമ്മാനം. എന്നിട്ട് ഇവർക്ക് വേണ്ടി ഒരു ചോദ്യം കൂടി നമുക്ക് ചോദിക്കാം. ഇതിലൊരാൾക്ക് സമ്മാനം കൊടുക്കണം. ഓക്കെ, അപ്പോൾ സാറിലേക്ക് നമ്മളൊരു സമ്മാനത്തിന് പോവുകയാണ്. ഇതാ സാറിന് ഒരു സമ്മാനം. താങ്ക് യു. അപ്പൊ ഏക ബ്രസീലുകാരന് നമുക്കൊരു സമ്മാനം കൊടുക്കാം അല്ലെ? ആബേലിന് ഒരു സമ്മാനം എല്ലാവർക്കും വേണ്ടി കേട്ടോ. അപ്പൊ അവർക്ക് വേണ്ടി ഒരു ചോദ്യം കൂടി ചോദിക്കാം അല്ലെ? അതും കൂടി ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കൊരു സമ്മാനം കൊടുക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി. ഉത്തരം അറിയുന്ന ആള് കൈപൊക്കണം കേട്ടോ, പെട്ടെന്ന് പറയരുത്. ചോദ്യം ഇതാണ്, നമ്മള് ഈ തവണ എത്ര ഗ്രൂപ്പ് ഉണ്ട്? ലോകകപ്പ് അതെ അവിടെ കൈ ആരാ ഫസ്റ്റ് കൈ? ഓക്കെ, നിങ്ങൾ പറഞ്ഞാൽ ഗ്രൂപ്പ് ടീം എത്ര ഗ്രൂപ്പ് ഉണ്ട്?
12. 12. ഓക്കെ, റൈറ്റ് ആൻസർ. ഒരു സമ്മാനം നമുക്ക് അദ്ദേഹത്തിനും കൊടുക്കാം അല്ലേ? അവന്റെ പേരെന്താണ്? ക്രിസ്റ്റോ. 4 ടീമാണ്, ക്രിസ്ത്യാനോ 4 റൊണാൾഡോ രാജ്യങ്ങളാണ് ഒരു ടീമിൽ, ആക്കിയാണോ? ഒരു ഗ്രൂപ്പിലുള്ളത് അല്ലേ? 4 ടീം ഒരു ഗ്രൂപ്പിൽ. ഓക്കെ, ഒരു സമ്മാനം. നമ്മുടെ എന്താണ് പേര് പറഞ്ഞ? ക്രിസ്റ്റോഫർ. ക്രിസ്റ്റോ. ഓക്കെ, ക്രിസ്റ്റോയ്ക്ക് ഒരു സമ്മാനം. ഓക്കെ ക്രിസ്റ്റോ, താങ്ക് യു. അപ്പോൾ നമ്മൾ വാഴവറ്റ ടർഫിലാണുള്ളത്. വാഴവറ്റ ഫുട്ബോൾ അക്കാഡമിയുടെ ഏറ്റവും പ്രഗത്ഭരായ കുട്ടികൾ, ഇനി വളർന്നു വരുന്ന ഭാവി തലമുറ വരാണ്. നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മളോടൊപ്പം വേറൊരു സ്ഥലത്തേക്ക്. അതിനു മുമ്പ് വയനാട് വിഷൻ ചാനലും കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗ് സുൽത്താൻ ബത്തേരി, മാനന്തവാടി, കൽപ്പറ്റ, അവരും ഒപ്പം അസോസിയേറ്റ് ഇപ്പോൾ കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗും ചേർന്ന് അവതരിപ്പിക്കുന്ന ഫ്രീ കിക്ക് എന്ന പ്രോഗ്രാം ഇപ്പോൾ എത്തിയിട്ടുള്ളത് നമ്മുടെ വയനാടിൻ്റെ ഏറ്റവും പ്രസിദ്ധമായ ഒരു ടൂറിസ്റ്റ് കേന്ദ്രത്തിലാണ്, കാരാപ്പുഴയിലാണ്. അപ്പോൾ കാരാപ്പുഴ ഒരുപാട് സഞ്ചാരികൾ വന്നു പോകുന്നുണ്ട്. പക്ഷെ എല്ലാവരും ഫുട്ബോളിന്റെ വൈബിലാണെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. എവിടെ പോയി കഴിഞ്ഞാലും ഫുട്ബോൾ, വേൾഡ് കപ്പ് ഫുട്ബോൾ ആഘോഷിക്കുകയാണ് നമ്മളെല്ലാവരും. അതിന്റെ കൂടെ വയനാട് വിഷൻ ഫ്രീ കിക്ക് ഉണ്ട്. ഇപ്പൊ നമ്മുടെ കൂടെ ഉള്ളത് വയനാട്ടുകാരല്ല എന്നുള്ളതാണ്, ഫുട്ബോളിനെ നെഞ്ചിലേറ്റുന്ന കോഴിക്കോട്ടുകാരാണ് ഇപ്പൊ നമ്മുടെ കൂടെ ഉള്ളത്. ഏത് ടീമാണ്? ഏത് ടീമിനെയാണ് സാർ പേരൊന്ന് പറയൂ? എവിടെ നിന്നാണ് കറക്റ്റ്? കോഴിക്കോട് എവിടെയാണ്? കോഴിക്കോട് വെള്ളിമാട് നിന്നാണ്. വെള്ളിമാട് നിന്ന്. ഓക്കെ, ഏത് ടീമിനെയാണ് സപ്പോർട്ട് ചെയ്യണത്? നിങ്ങൾ അർജന്റീന. കോഴിക്കോട് ധനേഷ്, കോഴിക്കോട് എന്ന് പറഞ്ഞാൽ ഫുട്ബോൾ ഇഷ്ടപ്രേമികളുള്ള ആളാണ്, ഫുട്ബോൾ മാനിയുള്ള ഏരിയ. സ്റ്റേഡിയം കാര്യങ്ങളൊക്കെ, സ്റ്റേഡിയം ഒക്കെ എപ്പോഴും കളി നടക്കുന്നുണ്ടോ അവിടെ? ഉണ്ടല്ലേ, ഇഷ്ടംപോലെ. അർജന്റീനയാണ് ഇവരൊക്കെ അർജന്റീനയാണോ? അടുത്ത അർജന്റീന പല്ലൊക്കെ കടിച്ചു പിടിച്ചിട്ടാണ്. പേര് പറയാം. അർജന്റീന. മോളുടെ അർജന്റീന. അവരെല്ലാരും അർജന്റീന. അപ്പൊ ഞാനും എല്ലാരും അർജന്റീനയാണോ? അതാ, ഇവരൊക്കെ അർജന്റീനക്കാരാണ്. സാറോ? അർജന്റീന. അല്ല, നിങ്ങൾ എവിടെയാണ്? എന്താ വർക്ക് അർജന്റീന അല്ലാതെ വേറൊരാളില്ല. വർക്ക് ചെയ്യുന്ന ആള്, ജോലി ചെയ്യുന്ന മറ്റേ കാറ്ററിംഗ് സർവീസിന്റെ. കാറ്ററിംഗ് സർവീസാണ്. അപ്പൊ നല്ല നിങ്ങൾ തന്നെ ഫുഡ് ഉണ്ടാക്കി കൊടുക്കണോ? അതെ, ഫുഡ് ഉണ്ടാക്കുന്നു. അതുപോലെ തന്നെ അതിനുള്ള സെറ്റപ്പ് ഒക്കെ. അപ്പൊ നല്ല കൈപ്പുണ്യമുള്ള ആളുകൾ കൂടിയാണ്. ഓക്കെ, അപ്പൊ നമ്മള് വേൾഡ് കപ്പ് ഫുട്ബോള് അല്ല, ഇപ്രാവശ്യം സംഭവം എല്ലാവരും അർജന്റീന എന്ന് പറഞ്ഞു. പക്ഷെ ഇപ്രാവശ്യം അർജന്റീന തന്നെ കപ്പ് അടിക്കും എന്നുള്ള ഒരു വിശ്വാസം ഉണ്ടോ നിങ്ങൾക്ക്? തീർച്ചയായിട്ടും. ആണോ? ലയണൽ മെസ്സി കൊണ്ടുപോവോ? എന്താണ് അതിന് കാരണമായിട്ട് നിങ്ങൾ എന്താണ് പറയുന്നത്? കപ്പ് നേടണ്ടല്ലോ, കപ്പ് നിലനിർത്തിയാ പോരെ. കപ്പ് നേടണ്ടല്ലോ, നമ്മള് നിലനിർത്തിയാൽ മതി. ഇവരോട് നമുക്കൊരു ചെറിയ സമ്മാനം, മാണിക്യം ഡിസൈനർ ജ്വല്ലറി തരുന്ന സമ്മാനം. ചെറിയൊരു ചോദ്യം നിങ്ങൾക്ക് ഒരു സമ്മാനം തരാം. ചെറിയ സമ്മാനമാണ്. സമ്മാനത്തിന്റെ വലിപ്പമല്ലല്ലോ. ഈ ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം പറഞ്ഞാൽ നമ്മുടെ വേൾഡ് കപ്പ് ഫുട്ബോൾ തുടങ്ങിയ വർഷം, ആദ്യമായിട്ട് ലോകകപ്പ് ഫുട്ബോൾ ആരംഭിച്ച വർഷം ഗൂഗിൾ ചെയ്യരുത്. കയ്യടി കൊടുക്കുക. വെരി ഗുഡ്, വെരി. അത് ഓർമ്മയിലിരിക്കാന്ന് പറഞ്ഞ ചില്ലറ കാര്യം. പേരെന്തായിരുന്നു? മുനീർ സാർ. മുനീർ സാറിന് ഞങ്ങളൊരു ഇവര് ലേഡീസ് പറയുന്നു. 1930 വേൾഡ് കപ്പ് നടന്നത്. ഈ 1930 വേൾഡ് കപ്പ് നടന്നപ്പം ആദ്യമായി വിജയമായത് സാർ പറയണ്ട, അവര് ആദ്യമായി വേൾഡ് കപ്പ് നേടിയ രാജ്യം UK. ചേച്ചി അതാ അവിടെ പറഞ്ഞു. ഒരു മിനിറ്റ്. മൊറോക്കോ എന്നാണ് പറഞ്ഞത്. മോള് പറ. ഉറുഗ്വേ. അതാരാണ് പറഞ്ഞത്? സത്യം നീ നോക്കിയിട്ട്. ഉറുഗ്വേ 1930. പേരെന്താണ്? പേര്? ഓക്കെ, അപ്പൊ ഉറുഗ്വേ ആണ് കപ്പ് നേടിയത്. ഏതായാലും നമ്മളോടൊപ്പം പങ്കെടുത്തതിൽ ഒരുപാട് സന്തോഷം. അവരുടെ വണ്ടി വെയിറ്റിംഗ് ആണ്. അപ്പൊ അവര് പോകുന്നു. നമ്മൾ അടുത്ത ടീമിലേക്ക് പോകും. താങ്ക് യു സോ മച്ച്.
ഫ്രീ കിക്ക് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗ്, സുൽത്താൻ ബത്തേരി, കൽപ്പറ്റ, മാനന്തവാടി. ഇൻ അസോസിയേഷൻ വിത്ത് ബ്യൂട്ടി സ്പോർട്സ്, സുൽത്താൻ ബത്തേരി, കോഴിക്കോട്. കോ-പവേർഡ് ബൈ മാണിക്യം ഡിസൈനർ ജ്വല്ലറി, കൽപ്പറ്റ, സുൽത്താൻ ബത്തേരി, കോയമ്പത്തൂർ. ഓക്കെ, അപ്പൊ നമ്മള് വീണ്ടും മറ്റൊരു ടീമിനെ അടുത്തേക്കാണ്. കാരാപ്പുഴയെ മുന്നോട്ട് കൊണ്ടുപോകുന്ന കുറെ ടീംസാണ് നമ്മളോട്. അവരാണ് ഈ കാരാപ്പുഴ ഇത്ര മനോഹരമാക്കി ഇത്രയും ഇവിടെ വരുന്ന ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഫുട്ബോളിന്റെ ഒരു വൈബിലാണ് ഇപ്പൊ സംഭവം. ഇവരെല്ലാവരും വേൾഡ് കപ്പിന്റെ ഒരു ആഘോഷത്തിന്. സാർ പേര് പറയൂ. ഞാൻ വിനോദ് കുമാർ. സാർ ഇവിടെ ഏത് സെഷൻ? ചീഫ് സെക്യൂരിറ്റി ഓഫീസറാണ് ഇവിടുത്തെ. അപ്പൊ സെക്യൂരിറ്റി ഒക്കെ നന്നായിട്ട് നടക്കുന്നുണ്ടോ? ഓക്കെ, ഏത് ടീമാണ്? ഞാൻ അർജന്റീന ടീമാണ്. അപ്പൊ അർജന്റീന ടീമാണ് സാറിന്റെ? അതോ അർജന്റീന ടീമാണ് അവരൊക്കെ? ബ്രസീൽ ആളുണ്ട്. ബ്രസീലുണ്ട്. ബ്രസീൽ. ഓക്കെ, അർജന്റീന. അപ്പൊ എണ്ണത്തിൽ കൂടുതൽ അർജന്റീന ജയിക്കുന്നതാണ് സാർ പറയുന്നത്. എങ്ങനെയാണ്? കപ്പടിക്കോ? കപ്പ് ഞങ്ങൾ നിലനിർത്തും. കപ്പ് അടിക്കുന്നത് അത് നേരത്തെ പറഞ്ഞ പോലെ. ഓക്കെ, ശരി, അത് സംഭവിക്കും. തീർച്ചയായിട്ടും സംഭവിക്കും. അപ്പൊ നമ്മളൊരു സമ്മാനം കൊടുക്കാൻ ചെറിയൊരു ചോദ്യം. ഓക്കെ, ചോദ്യം മറ്റൊന്നുമല്ല. 1930 ഉറുഗ്വേയാണ് കപ്പ് നേടിയത്. ഏത് ടീമിനെതിരെയായിരുന്നു? 1930 ആദ്യമായിട്ട് ലോകകപ്പ് നടന്നത്. അന്ന് ജേതാക്കളായത് ഉറുഗ്വേയാണ്. ഉറുഗ്വേ ഫൈനലിൽ പരാജയപ്പെടുത്തിയ രാജ്യം ഏതാണ് എന്നുള്ളതാണ്. ആദ്യ ലോകകപ്പിന്റെ ഫൈനലിൽ പരാജയപ്പെട്ട രാജ്യം ഏതാ പറഞ്ഞോ? അർജന്റീന. ഫസ്റ്റ് വേൾഡ് കപ്പിൽ ഉറുഗ്വേ അർജന്റീന ഫൈനലായിരുന്നു. ഒരു സമ്മാനം മാണിക്യം ഡിസൈനർ ജ്വല്ലറി നൽകുന്ന വിനോദ് കുമാർ സാറിന് മാണിക്യം ഡിസൈനർ ജ്വല്ലറി നൽകുന്ന ഒരു സമ്മാനം നമ്മൾ കൊടുത്തിരിക്കുകയാണ്. വയനാട് വിഷൻ ഫ്രീ കിക്കിന്റെ സ്പെഷ്യൽ സമ്മാനമാണ്. കാരാപ്പുഴയിൽ ഞങ്ങൾ വന്ന സ്ഥിതിക്ക് കാരാപ്പുഴയിൽ ഇത്രയും ഹോൾഡിംഗ് ഒക്കെ വെച്ചിട്ടുണ്ട് അല്ലേ? അവിടെ പിന്നെ മെസ്സി ഉണ്ട്, നെയ്മർ ഉണ്ട്, നമ്മളെ റൊണാൾഡോ ഉണ്ട്. അങ്ങനെ എല്ലാ ആളുകളും നിരന്ന് നിൽക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇതിന്റെ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത്. ഇവിടെ വരുന്നവരും ഇവിടെ ഉള്ളവരും ഫുട്ബോളിന് അവരാണ് അതിന്റെ ടീമാണ് നിൽക്കുന്നത്. ഇതിലേറെ ആഘോഷമില്ല. നമ്മുടെ ജീപ്പൊക്കെ കണ്ടില്ല എന്താണ് ചെയ്തു വെച്ചിരിക്കുന്നത്, മനോഹരമായിട്ടാണ് അലങ്കരിച്ചിരിക്കുന്നത്. ഇതിൽ ഇവിടെ മാത്രമേ എനിക്കൊരു സംശയം. ഇതിവിടെ അർജന്റീന ഉണ്ട്, ഇവിടെ റൊണാൾഡോ ഉണ്ട്. അത് പുറകിൽ അർജന്റീന. ഫുട്ബോളിന്റെ സാഹോദര്യം കൂടി ഇത് മോളാണോ? അല്ലല്ല, കൂട്ടുകാരന്റെ ചേട്ടന്റെ കുട്ടിയാണ്. അപ്പൊ ആള് അർജന്റീനയാണ്. ഇത് അച്ഛൻ അതാ അവിടെ. അച്ഛൻ അർജന്റീനയൊക്കെ അർജന്റീനയാണ്. അപ്പൊ എന്താണ്, എങ്ങനെയാണ് ടീം ഏതാണ് വിജയിക്കുക പറഞ്ഞേ? അർജന്റീന. വേറെ അതാ അങ്ങനെയാ പറയുന്നത്. അപ്പൊ അർജന്റീന തുടരും. ലാസ്റ്റ് കളി ക്രിസ്ത്യാനോയ്ക്കായിരിക്കും ഈ പ്രാവശ്യം കപ്പ് കിട്ടുള്ളൂ. ലാസ്റ്റ് കളി ചിലപ്പോ അല്ല ഇട്ടുള്ളൂ, അല്ല കൊടുക്കുള്ളൂ. ഈ 2026 ക്രിസ്ത്യാനോയ്ക്കുള്ളതാ, അല്ലാതെ ആർക്കും ഇല്ല. ബ്രസീലുകാരെന്താ ഈ വട്ട കപ്പ് നമ്മളെ തൂക്കും. തിരിച്ചു വരും. അപ്പൊ ഒരു ചെറിയ ചോദ്യം ചോദിക്കാൻ സമ്മാനം തരാം. അതിനു മുമ്പ് നമ്മുടെ റിപ്പോർട്ടർ ഷെരീഫ് നിങ്ങൾക്ക് നമ്മുടെയൊക്കെ ഒരു കാർഡ് ഉണ്ട്. കേരള അക്കാദമി ഓഫ് എഞ്ചിനീയർ നൽകിയ 10,000 രൂപ സമ്മാനമുണ്ട്. ഏറ്റവും നല്ല, അതായത് സെമിഫൈനൽ, ഫൈനൽ ടീമിനെ, അതോടൊപ്പം വിജയിക്കുന്ന ടീം ഏത്, ഇത്രയും പ്രവചിക്കണം. ഓക്കെ, 10,000 രൂപ കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗ് നൽകും. ഇപ്പൊ നമുക്ക് ബ്യൂട്ടി സ്പോർട്സും ഒപ്പം മാണിക്യം ഡിസൈനർ ജ്വല്ലറി നൽകുന്ന ഒരു സമ്മാനമുണ്ട്. ആ സമ്മാനത്തിന് വേണ്ടി ചെറിയൊരു ചോദ്യം. ഓക്കെ, റെഡിയല്ലേ? ചോദ്യം ഇതാണ്: നമ്മുടെ ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ വേൾഡ് കപ്പിൽ ഗോൾ നേടിയ കളിക്കാരൻ ആരാണ്? ഏറ്റവും പെലെയാണ്. പെലെ ഈസ് റൈറ്റ് ആണ്. സമ്മാനം കൊടുക്കാം. ശരി, മോനെ ഇങ്ങോട്ട് വന്നോ സമ്മാനം. ഈ ഭാഗത്തോട്ട് ഇവിടെ ആരാണ്? ബ്രസീൽ തൂക്കി അല്ലേ? ഓക്കെ, ഇവിടുന്ന് പറയുകയാണെങ്കിൽ വേൾഡ് കപ്പെങ്കിലും അടിക്കണില്ല കുറെ ആയിട്ട്. ഈ സമ്മാനെങ്കിലും അടിക്കട്ടെ. ഈ പെലയുടെ പേര് പറഞ്ഞത് അർജന്റീനക്കാരൻ. അതാണ് അവരെ ഏറ്റു പറഞ്ഞതാണ്. ഒരു ഇഷ്ടമാണ്. അങ്ങനെയാണെങ്കിൽ വ്യക്തിപരമായിട്ടൊരു ടീം ഓരോരുത്തർക്കും ഉണ്ട്. പക്ഷെ ഞങ്ങൾ ഒരു ടീമിന്റെ കളി മാത്രമല്ല കാണുന്നത്, എല്ലാ ടീമിനും. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം എത്രാമത് വേൾഡ് കപ്പ് ആണത്? അറിയുന്ന ഒരാൾ പറഞ്ഞാൽ എത്രാമത്തെ ലോകകപ്പാണ്? നമ്മുടെ മെക്സിക്കോ, കാനഡ,
അമേരിക്ക. ഇവിടെ നടക്കുന്ന വേൾഡ് കപ്പ് എത്രാമത്തെ വേൾഡ് കപ്പ്? എത്രാമത്തെ വേൾഡ് കപ്പ് ആണ്? എത്രയാ പറഞ്ഞു? 23. റൈറ്റ് ആൻസർ. ഇത് ചേട്ടൻ തന്നെയാണ് പറഞ്ഞത്. ഒരൊറ്റ സമ്മാനം കൂടി ചേട്ടന് വെരി ഗുഡ്. ഓക്കെ, അതാ സിനിമ നടനാണോ? സിനിമ നടനാണോ? സിനിമ ഏത് സിനിമയിലാണോ? ആണോ വർക്ക് ചെയ്യുന്നുണ്ട്? ഏതൊക്കെ പടം ചെയ്തു? വെരി ഗുഡ്. അപ്പൊ ചില്ലറക്കാരനല്ല. അപ്പൊ നമ്മള് ഇവർക്ക് എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. ഒരുപാട് സന്തോഷം. നമ്മുടെ ഇവരെല്ലാം ഒറ്റ ഫാമിലിയാണ്. അല്ല, കുഞ്ഞിന്റെ പേര് ചോദിച്ചു. മോളുടെ പേര് പറയും. കാനനശ്രീ. ഗംഭീര പേരാട്ടോ. പഠിക്കുന്ന കാനനശ്രീ. അപ്പൊ ഏത് ടീമാണ്? ഒരു രാജ്യം ഒരാളിലേക്ക് ഒതുങ്ങുന്നതാണ് നമ്മൾ കണ്ടത്. മെസ്സി അല്ലേ? ഇവനേതാ ടീം? നെയ്മർ, ബ്രസീൽ. അർജന്റീന ജേഴ്സിയാണത്. ഒന്നുകൂടി. പോർച്ചുഗലാ. അപ്പൊ ഇപ്പൊ നമ്മളോടൊപ്പം ഒരു ടീമുണ്ട്. ഇവര് എവിടുന്ന വന്നതെന്ന് ചോദിക്കണ്ടേ? അപ്പൊ சொல்லுங்க, எங்க இருந்து? சென்னையில இருந்து வரோம் சேட்டா. சென்னையில இருந்து. பாத்தீங்கன்னா நாங்க எல்லாமே ஃபுட்பால் பிளேயர்ஸ். நாங்க வந்து JRC ன்ற ஒரு ஃபுட்பால் டீம் நாங்க. ஓகேங்களா? சென்னையில. ஓகே, அடுத்த வண்டி. நீங்க பண்ணத பார்த்தா எங்களுக்கு ரொம்ப போட்ட. பிடிச்சிருந்தது. ஓகே. இந்த அளவுக்கு சென்னையில வேர்ல்ட் கப்புக்கு சப்போர்ட் இல்ல. ஆனா இங்க பயங்கரமா இருக்கு. ஓகேங்களா? கேரளாவில நாங்க ரொம்ப பார்த்து நான் வந்து 2 டேஸ் ஆகுது. இந்த 2 டேஸ் நாங்க பார்த்து ரொம்ப வியர்ச்சி ஆயிட்டோம். ஒரு மாதிரி ஃபுட்பால்னா எங்களுக்கு உயிர். ஓகே, அதேதான். சென்னையில நாங்க JRC நல்ல பெரிய கிளப், நிறைய மேட்சஸ் ஃபுட்பால் பிளேயர்ஸ். இவ்வளவு ட்ரெண்ட் செட்டப் அங்க இல்லன்னு சொல்றேன். கண்டிப்பா இல்ல சேட்டா, இந்த அளவுக்கு இவ்வளவு மாதிரி அங்க இல்ல. பட் நாங்க எங்க ஏரியால எங்க கிரவுண்ட்ல நாக் அவுட்ல இருந்து ஸ்கிரீன் போட்டு ப்ரொஜெக்டர் வச்சு பாப்போம். ப்ரொஜெக்டர் வச்சு நான் பார்த்துட்டே இருக்கேன். டெய்லி நீங்க எந்த டீமை சப்போர்ட் பண்றீங்க? நான் போர்ச்சுகல். கிறிஸ்டியானோ ரொனால்டோ லாஸ்ட் டான்ஸ். கிறிஸ்டியானோ ரொனால்டோ லாஸ்ட் டான்ஸ். கிறிஸ்டியானோ ரொனால்டோ எல்லா கப்பும் ஜெயிச்சிட்டாப்ல. லாஸ்ட் வேர்ல்ட் கப் இந்த வருஷம் ஜெயிக்கிறாரு. இந்த வேர்ல்ட் கப் அவர்தான் அடிக்கும்னு சொல்றேன். ஓகே, நீங்க எந்த டீமை சப்போர்ட் பண்றீங்க? பிரேசில். எந்த பிளேயரை பிடிக்கும்? ரஃபீனா. போர்ச்சுகல். ரொனால்டோ தானே? அர்ஜென்டினா. வாங்க சார். அந்த ஆள் அர்ஜென்டினா டி-ஷர்ட் தான் போட்டுருக்கு. அதனால ரொனால்டோ 1000 கோல் அடிக்கிறான். ரொனால்டோ. ரொனால்டோ. பிரேசில். நெய்மர். இதா ரொனால்டோ 7. 7. கால்ல போட்டு வச்சிருக்கு சார். கால்ல கூட போட்டுட்டாங்க. கால்ல கூட போட்டு வச்சிருக்குது. கண்டிப்பா கப் இந்த வாட்டி கண்டிப்பா மிஸ் ஆகாதுன்னு சொல்றேன். ரொனால்டோக்கு லாஸ்ட் சான்ஸ். அதனால தான் சொல்றேன். எல்லா கப்பும் ரெஸ்டர். இந்த கப்பு மட்டும் தான் மிஸ்ஸிங். இந்த வாட்டி அடிக்கறாப்பல அந்த செலிப்ரேஷனும் பண்றாப்பல. ஓகே, அப்ப இவரோட ചോദ്യം ചോദിക്കാം. ഒരു ക്വസ്റ്റ്യൻ கேட்கட்டுமா? ஓகே, ஒரு சம்மானம். இந்த வேர்ல்ட் கப்ல எவ்வளவு டீம் കളിக்கிறேன்? 48 teams. 48 teams. ഒരു സമ്മാനം നമുക്ക് അവർക്ക് കൊടുക്കാം. 48 teams വിളയാടുற இந்த ചെന്നൈയിൽ വന്ന ഫുട്ബോൾ സുഹൃത്തുക്കളാണ്. ഓക്കെ, മാണിക്യം ഡിസൈനർ ജ്വല്ലറി സുൽത്താൻ ബത്തേരി അവർ കൊടുക്കുന്ന പ്രൈസ് ആണ്. ഓക്കെ, സ്പെഷ്യൽ പ്രൈസ്. ഒരു ഫുട്ബോൾ മാനിയ ലോകം എമ്പാടും ഉണ്ട്. അപ്പോൾ അതിനോടൊപ്പം നമ്മളും ചേരുകയാണ് വയനാട് വിഷൻ. അപ്പോൾ വയനാട് വിഷൻ വെറുതെ അങ്ങ് പോവുകയല്ല. വയനാട് വിഷനോടൊപ്പം ചേർന്ന് 10,001 രൂപ സെമി ഫൈനൽ ടീമുകളെ വിജയം പ്രഖ്യാപിക്കുന്നവർക്ക് കൊടുക്കുന്നത് കേരള അക്കാഡമി ഓഫ് എഞ്ചിനീയറിംഗ് സുൽത്താൻ ബത്തേരിയാണ്. മാനന്തവാടി, കൽപ്പറ്റയൊക്കെ അതിൻ്റെ ബ്രാഞ്ചസ് ഉണ്ട്. ഒപ്പം കോ സ്പോൺസേർഡ് ബൈ ബ്യൂട്ടി സ്പോർട്സ് സുൽത്താൻ ബത്തേരി കോഴിക്കോട്. ഒപ്പം നമ്മുടെ പ്രിയപ്പെട്ട മാണിക്യം ഡിസൈനർ ജ്വല്ലറി സമ്മാനങ്ങളൊക്കെ ആയിട്ട് നമ്മളോടൊപ്പം ഉണ്ട്. അപ്പോൾ എല്ലാ കളികളും നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അതിന് നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ വൈബ്, ഏത് ടീം ജയിക്കുമെന്നൊക്കെ പറയാനുള്ള ഒരു അവസരം ഞങ്ങളോടൊപ്പം ചേരാം. നിങ്ങളോടൊപ്പം നല്ല സമ്മാനങ്ങളാണ് അല്ലേ? നല്ല സമ്മാനങ്ങളാണ്. അപ്പോൾ വയനാട് വിഷനും നിങ്ങളോടൊപ്പം ചേർന്നുകൊണ്ട് കുറെ പേർക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. നമ്മളിങ്ങനെ പറയുമ്പോൾ കുറെ ആളുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എവിടെയാണ് ഉള്ളത് എന്നുള്ളതൊന്ന്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് മീനങ്ങാടി ഭാഗത്തൊക്കെയാണ്. അപ്പോൾ കാരാപ്പുഴയിലാണ് ഇപ്പോൾ ഉള്ളത്. കാരാപ്പുഴയുടെ ഭംഗി ആസ്വദിക്കാൻ ഒരുപാട് ടൂറിസ്റ്റുകൾ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഇവിടേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അവരിൽ നിന്നൊക്കെ നമ്മൾ കുറെ അവരെയൊക്കെ പരിചയപ്പെടുന്നുണ്ട്, നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയും ചെയ്യുന്നു. പിന്നെ ഇവിടെ വരുമ്പോൾ തന്നെ കാരാപ്പുഴയിലെ പാർക്കിംഗ് നിങ്ങൾ പലരും വന്നിട്ടുണ്ടാവും. ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ നെയ്മർ ഇങ്ങനെ മുഴുവൻ തല ഉയർത്തി നിൽക്കുകയാണ്. നെയ്മർ മാത്രമല്ല, മെസ്സി ഉണ്ട്, റൊണാൾഡോ ഉണ്ട്, നമ്മളെ ബ്രസീലിന്റെ ഫുൾ ടീം ഉണ്ട്, ഫുൾ ടീമിന്റെ കട്ടൗട്ടർ ഉണ്ട്. അങ്ങനെ എല്ലാം വെച്ചിട്ടുണ്ട്. അടിപൊളിയാണ്. വയനാട് വിഷൻ കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗ് ഫ്രീ കിക്ക് കോ സ്പോൺസേർഡ് ബൈ ബ്യൂട്ടി സ്പോർട്സ് സുൽത്താൻ ബത്തേരി കോഴിക്കോട്. ഒപ്പം നമ്മുടെ സ്വന്തം മാണിക്യം ഡിസൈനർ ജ്വല്ലറി.
10,001 രൂപ സമ്മാനമുണ്ട്. സെമി ഫൈനൽ, ഫൈനൽ ടീമുകളെ ഒപ്പം വിജയിയെയും പ്രഖ്യാപിക്കുക. കേരള അക്കാഡമി ഓഫ് എഞ്ചിനീയറിംഗ് നിങ്ങൾക്ക് 10,001 രൂപ ക്യാഷ് പ്രൈസ് ആയിട്ട് നൽകുന്നതാണ്. കാണാൻ മറക്കണ്ട, പങ്കെടുക്കാൻ മറക്കണ്ട. വയനാട് വിഷൻ കേരള അക്കാഡമി ഓഫ് എഞ്ചിനീയറിംഗ് ഫ്രീ കിക്ക്. ഫ്രീ കിക്ക് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കേരള അക്കാഡമി ഓഫ് എഞ്ചിനീയറിംഗ്, സുൽത്താൻ ബത്തേരി, കൽപ്പറ്റ, മാനന്തവാടി. ഇൻ അസോസിയേഷൻ വിത്ത് ബ്യൂട്ടി സ്പോർട്സ്, സുൽത്താൻ ബത്തേരി, കോഴിക്കോട്. Co-powered by മാണിക്യം ഡിസൈനർ ജ്വല്ലറി, കൽപ്പറ്റ, സുൽത്താൻ ബത്തേരി, കോയമ്പത്തൂർ.